good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ പെരട്ടാണ് ട്ടോ. നമുക്ക് എല്ലാ വിഭവങ്ങളുടെയും ചോറിന്റെ മാത്രമല്ല പലഹാരങ്ങളുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് ആണിത്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. പിന്നെ ഈ ഒരു കളർ ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി ചേർക്കാതെയാണ് ഈ ഒരു ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നാടൻ ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കന് വേണ്ട അളവുകളാണ് പറയുന്നത്. 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, 2 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മളിതിലേക്ക് മുളക് പൊടിയല്ല ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീളത്തിലോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാൻ പോവുകയാണ്. പച്ചമുളകൊന്നും ഈ ഒരു കറിയിൽ ചേർക്കുന്നില്ല. നമ്മുടെ ചില്ലി ഫ്ലേക്സിൻ്റെ എരിവാണ്. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടാം. 1/2 കിലോ ചിക്കന് 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ധാരാളമാണ്. എരിവ് അത്യാവശ്യം ഉണ്ടാവും. ഒരുപാട് എരിവുള്ള റെസിപ്പിയല്ല, അത്യാവശ്യം എരിവുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിൽ കറക്കി എടുക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിന് ശേഷം പറയാം. ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഈ ഒരു കറി ചെയ്യുന്നത്. മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറക്കി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി സവോളയിലേക്ക് നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി സവോള ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. സവോള ഒരു 3/4 ഭാഗം ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അത്രയും സമയം നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. അപ്പോൾ സവോള ബ്രൗൺ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്നും ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ, അതൊന്ന് കുക്കാവുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കുക. ഇതിൽ ഇളക്കുന്ന സമയമാണ് കേട്ടോ കൂടുതൽ എടുക്കുന്നത്. കുക്കിംഗ് ഒക്കെ ബാക്കിയുള്ളത് വേഗം കഴിയും. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. ഈ ഒരു വഴറ്റുന്ന സമയം കുറച്ച് കൂടുതലെടുക്കും. അതാണ് കറിയുടെ ടേസ്റ്റും കൂട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കായിട്ടുണ്ട്. സവോളയും ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് 3 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പൊടികൾ കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചേർക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ചിക്കൻ മസാലപ്പൊടി ആയാലും കുഴപ്പമില്ല, ഗരം മസാലപ്പൊടി ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ചൂടാക്കി പൊടിച്ചതല്ല, വെറുതെ നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, നമ്മുടെ ഫെന്നൽ സീഡ്സ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പൊടികളെല്ലാം കുക്കായി വരണം. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ നന്നായിട്ട് കുക്കായി ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ അല്ലാതെ വേറെ ചില്ലി പൗഡർ ചേർക്കരുത് കേട്ടോ. ചേർക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എരിവ് കൂടിപ്പോവും. കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ മാത്രം, അത് പ്രത്യേകം പറയുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർക്കാം. ഇത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയാൽ മതി, ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ചിക്കൻ ചേർത്ത് കഴിയുമ്പോൾ തക്കാളി കുക്കായിക്കോളും ചിക്കൻ്റെ കൂടെ. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളൂ, ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണും കൂടി ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്.
ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്തും കേട്ടോ. ചിലർക്ക് കൂടുതൽ ഉപ്പ് ആവശ്യമായിരിക്കും, ചിലർക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ മസാലകളുടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ലെഗ് പീസ് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ബാക്കിയുള്ള പീസൊക്കെ ചെറുതായിട്ട് കറി പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളമില്ലാതെ ചേർക്കുക, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ചിക്കനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് വെള്ളം ചേർക്കില്ല കേട്ടോ. ഈ കറിയിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം മാത്രം ചേർക്കുക. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മസാലയുമായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. വളരെ ഈസിയാണ്. നമുക്ക് ആ സവോള വഴറ്റുന്ന സമയം മാത്രമേ പോവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് 3 മിനിറ്റ് ആയി. ഇത് കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരളവിലല്ലേ ചിക്കനുള്ളൂ. കുറേ ചിക്കൻ ഉണ്ടെങ്കിലാണ് കുറേ വെള്ളം ഇറങ്ങി വരിക. അപ്പോൾ ഈ ഒരു ആവിയിലും ഈ ഒരു വെള്ളത്തിലുമായിട്ട് ചിക്കൻ കുക്കായി വന്നോളും. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഒരു 3/4 ഭാഗം കുക്കായി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി വരും. നാടൻ ചിക്കൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും ചില്ലി ഫ്ലേക്സ് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് കറക്റ്റ് ആയിരിക്കും. എരിവ് കുറച്ച് കൂടുതലായിരിക്കും. ഒരുപാട് എരിവല്ല, ആവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കുക്കായിക്കോളും. ഒരുപാട് വേവുള്ള ചിക്കനല്ല, വലിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും ചിക്കൻ കുക്കായി വരാനായിട്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകാതെ തന്നെ തക്കാളിയുടെ പീസുകളൊക്കെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. വെള്ളം വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഒരു ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വീണ്ടും അടച്ചു വെച്ചിട്ടൊരു 3 മിനിറ്റ് ആയി. ഇത് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇത്രയും സമയം ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി. ഉപ്പൊക്കെ ചെക്ക് ചെയ്തു. ഉപ്പ് കറക്റ്റാണ്, എരിവും കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ എല്ലാം. അപ്പോൾ ഇനി ഇതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബട്ടറിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. സവോള അഴിച്ചെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ പെരട്ടെ ഈ ചില്ലി ഫ്ലേക്സ് മാത്രം ചേർത്തിട്ട് മുളക് പൊടി ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നാടൻ രീതിയിലുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതധികം ഗ്രേവിയുള്ള റെസിപ്പിയല്ല, ഇതുപോലെ പൊതിഞ്ഞിരിക്കുന്ന മസാലയുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു മൺചട്ടിയിലാണെങ്കിൽ മൺചട്ടിയിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ചൂടായിട്ട് ഒന്നുകൂടി ഡ്രൈ ആയി വരും. അപ്പോൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ മൺചട്ടിയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.